பாருங்க நான் இருக்கேன். ஒன்றும் ஆகாது, எந்த பிரச்சனையும் இல்லை. ഓ ആൾക്ക് ചെറിയൊരു ഇത് വന്ന് ഓ പ്രദീപല്ലേ ചാടണത് ഓ ഡയലോഗൊന്നുമില്ല ആരോ പോയിട്ടുണ്ടാവും ചിരിപ്പിച്ചവിടെ அன்னைக்கும் இன்னைக்கும் இன்னைக்கும் பிரசவத்துக்கு அவசரம் தான். பேர் என்ன? ജോസഫ്. ജോസഫ് അവിടെ മറ്റേത് കൂടി കാണിച്ചാണ് എല്ലാ ഇതും. പറ്റൂലേ? അയ്യോ സീൻ വേറെ ആയല്ലോ. அவளுக்கு மட்டும் தான் தெரியும். போச்சுன்னா நினைச்சுக்கா நம்மள சண்டை பண்றோம். ഭയങ്കര ഒരു ഇമോഷനും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സീൻ. പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളുടെ ഭയങ്കര പാവം ഫേസ്, ഭയങ്കര ക്യൂട്ട് ആള്, ഭയങ്കര ഇന്നസെൻസ്. ഇവിടെ ആൾക്ക് ഭയങ്കര ടെൻഷനായി കേട്ടോ വൈഫിന്റെ കാര്യം വന്നപ്പോ. വൈഫിന് ഭയങ്കര ഇഷ്ടാണ്. 20 വർഷം ഇമോഷൻ. അവിടെ ഇമോഷൻ തന്നെയല്ലേ മാറാത്തത്. ഇമോഷണൽ ഉള്ളു. രണ്ട് കുട്ടികളില്ലേ കൊണ്ടുപോണ പോയല്ലേ അങ്ങോട്ടേക്ക്. ഓ വർക്കയിലൊന്ന് മറ്റേത് കൂടി കാണിച്ചല്ലേ മഴേന്റെ. எதுக்கு சொல்றேன்னா மறுபடியும் அவளுக்கு குழந்தை உண்டாகிற வாய்ப்பே இல்லை. നിർത്തിയല്ലോ. ஹாஸ்பிடல் போகணும்னா சார் நல்ல மழை சார். அந்த பக்கம் ரோடு பிளாக் ஆகி நிக்குது, ஃபுல்லா தண்ணி. நீங்க சொல்ற இடத்துல ஆட்டோ போவாதுங்க. பிரசவம்னா ഓ അവിടെ ഇമോഷൻ. നന്നായിട്ട് ആ മൊമെന്റ് മറ്റേ ഇമോഷൻസ് ഭയങ്കര മറ്റേ ഇവിടെ നമുക്ക് ഒരേ സമയം എല്ലാം കാണിച്ചു. അതായത് വില്ലന്റെ ഭാഗത്ത് നമുക്ക് കുറ്റം തോന്നില്ല. അവരൊന്നും പറയാതിരുന്നല്ലേ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ് ആള്. ഓട്ടോറിക്ഷ മറ്റേ വെള്ളം ഇതിൽ കേറി സൈലൻസർ വെള്ളപ്പൊക്കത്തിന്റെ ഇതും കൂടി കാണിച്ചല്ലേ. இந்த உலகத்துல ஒருத்தங்க நம்ம கிட்ட அழுறதும் சொல்றதும் நாம அதை தீர்த்து வைப்போங்கிறதுக்காக இல்ல, யாராவது அவங்க கையை பிடிச்சு நான் இருக்கேன் நீ பயப்படாதன்னு ஒரு வார்த்தை சொல்ல மாட்டாங்களான்னுதான். பாருங்க நான் இருக்கேன். ஒன்றும் ஆகாது, எந்த பிரச்சனையும் இல்லை.
ഓ ഓ ആൾക്ക് ചെറിയൊരു ഇത് വന്ന് രക്ഷിക്കുന്നു വിചാരിച്ചില്ലേ? കോമഡി പടത്തിന് മാറി മൊത്തം. ഈ ഇമോഷൻ സ്റ്റാർട്ടിങ് തൊട്ടേ കാണിക്കുന്നുണ്ട് ചെറുതായിട്ട് അവളുടെ അല്ലേ? തുടച്ച കുറച്ചടുത്താണ്, ഇനി അത്ര പോകാനുള്ളൂ. അതാ സംഭവം. ആ ഓട്ടോറിക്ഷ അവിടെ പറഞ്ഞില്ലായിരുന്നു. അവര് നോക്കുന്നുണ്ട്, അറിയോ ഇവരെന്തിന്റെ ആവശ്യമുണ്ടെന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ലേ? അതും അവിടെ വന്നെന്തിനാ? മറ്റേന് വേണ്ടിട്ട്. ഓ എല്ലാവരുടെയും ഇമോഷൻ ഉണർന്നു. ഓ തുടങ്ങി തലേന്ന് എല്ലാരും വീക്ഷിച്ചു ഏകദേശം. ഭയങ്കര ഇമോഷൻ, മറ്റേ ഇമോഷൻ അറിയോ, പിടിച്ചുള്ള ഇമോഷൻ. നമ്മളെ 2018 2018 ഒരു സംഭവം. മറ്റേതും നോക്കാണ്ട്, ജാതിയും മതവും ഒന്നും നോക്കാണ്ട് അവിടെ എല്ലാരും വന്ന് അതാ കാണിച്ച എല്ലാരും വന്ന്. മറ്റേത് പൊക്കൾ അങ്ങനെ ഇല്ലേ? ഇല്ലേ വെള്ളം അങ്ങനെന്തോ ഇല്ലേ? ഓ അയ്യോ ഇല്ല അവിടെ ദൈവം. ഓ വേറെ ഇപ്പുറത്തുള്ള ഓട്ടോ അല്ലേ? വേറെ ഓട്ടോയില് പോയി. ചാടണത്. ഓ ഡയലോഗൊന്നുമില്ല. ആരോ പോയിണ്ടാവും ചിരിപ്പിച്ചവിടെ. ജോസഫ് അവിടെ മറ്റേത് കൂടി കാണിച്ചാണ് എല്ലാ ഇതും. പറ്റൂലേ? ഞാനും കൺട്രോൾ ചെയ്താണ്. അങ്ങനെ ആയിക്കളഞ്ഞ് ഹോസ്പിറ്റലിലേക്ക്. അതായത് എല്ലാ രീതിയിലും അവിടെ മറ്റുള്ളവരെ സഹായിച്ച്. അത് ഇങ്ങനെയാണെങ്കിൽ എല്ലാരും ദ്രോഹിക്കാറുണ്ട്. മറ്റേതുകൂടി കാണിച്ചല്ലേ? പണ്ട് ഗുണ്ടയായിരുന്ന സമയത്ത് എല്ലാരും ദ്രോഹിച്ചില്ലേ? കുറെ ആൾക്കാരെ കൊന്നിട്ടൊക്കെ ഉണ്ട്. എന്താ എത്രയും വർഷം അയാൾ ഇതന്നെ ചെയ്തോണ്ടിരുന്നത്. ഒരു അവസാനം എന്നിട്ട് അവിടെ ഒരു സോങ് ഇട്ടേക്കണം അവസാനം. നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു കേട്ടോ പ്രദീപ് രംഗനാഥൻ. ഒരു രക്ഷയില്ല. അത് ഇമോഷൻ വെച്ച് മാത്രം, ഒരാളുടെ അല്ല, പല ആൾക്കാരുടെ. ഓ ഏകദേശം ഫ്ലഡ് പോലെ തന്നെ നമ്മൾ കണ്ടെന്ന് വരുന്നൊരവസ്ഥയാണ്. தெரியலைங்க, நான் வழியில கத்திட்டு இருந்தேன். கடவுளா பார்த்து யாரையும் அமுச்சு வச்சாரு ரோட்ல. പറയാൻ പറ്റില്ല മറ്റേത്. ரொம்ப வலி. நான் இருக்கேன்னு சொன்னாரு, வேற எதுவும் இல்ல. நான் இருக்கேன். அவர் இல்லைன்னா சத்தியமா நம்ம
കാരണം അത് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേതുപോലെ പെട്ടും പോവില്ലേ. മറ്റേത് പറഞ്ഞല്ലോ അവിടെ ആരോ വന്ന് ബില്ലോ. ആ കണ്ട് കുട്ടി കൈ പിടിച്ച് എന്തെങ്കിലും പറയോ? മറ്റേ രീതിയിൽ പറഞ്ഞില്ല. അവിടെ വൈഫ രക്ഷിച്ചത് மாதிரி மனிதன் மட்டும்தான் இன்னும் நம்ம கிட்ட மாறாம இருக்கு. நம்ம எல்லாரும் பல விஷயத்தினால விலகி போயிருந்தாலும் ஒரு பிரச்சனைன்னு வந்தா நம்ம எல்லாரும் ஒண்ணு சேர்ந்துருவோம். இதுக்கு ஜாதி மதம் இனம் எதுவுமே தேவையில்லை. ஆனா பிரச்சனைன்னு வந்தா மட்டும்தான் ஒண்ணு சேரணுமா என்ன? எப்பவுமே ஒன்னா இருக்கலாமே. பிரச்சனை வந்தா மாத்திரம் மட்டும் நம்ம என்னைக்குமே മാറാമ പാത്തുക്കണം. ഓ പടം ബൈ പ്രദീപ് രംഗനാഥൻ. പടം തന്നെ കൊടുത്തല്ലേ അത്. ആ സോങ് ഇട്ടിട്ട് എന്തെങ്കിലും കാണിക്കോ നീ? കഴിഞ്ഞ അല്ലെങ്കിൽ അവിടെ തീർത്താ? ഇല്ല. கடைசியில இந்த பரம்பரை சொத்தை வச்சுதான் நான் பழகணும்னு இருக்குல்ல. என்னால சொந்தமா எதுவுமே பண்ண முடியல. லோன்காரன் தங்கச்சி சாப்பிட விடாம கை பிடிச்சிருக்கிறானா 3 மணி நேரம். ഓ കൊടുക്കാണ്. என்னடா உனக்கு ஒண்ணு வந்திருக்கு. என்னடா இது? 5 லட்சம் உன் யூடியூப் சேனல்ல இருந்து. யூடியூப் பேசுறதுக்கு இவ்வளவு காசா? மெயினா அந்த எமோஷனல் வீடியோ வேற லெவல். எமோஷனல் வீடியோ ஏப்பா? ஏன்னா அது எனக்கு இங்க இருக்குது. ഓ உங்க எல்லாருக்கும் 32 மில்லியன். கோமாளி எப்போனா கண்டென்ட் தருவான். அல்ல எட்டாரு கண்டென்ட்காக கழுகு மாதிரி காத்துட்டு இருக்கு. കണ്ടന്റ് செம்ம ஹைலைட்ஸ். ஒரு 2 மில்லியன் ஃபாலோவர்ஸ். இந்த வீடியோ யூடியூப் செலிபிரிட்டி. മറ്റേ സെലവ് വെക്കേണ്ട ആവശ്യമില്ല. പരമ്പര സാധനം இந்த உலகத்தை பார்த்ததுனால எனக்கு எல்லாமே வித்தியாசமா தெரிஞ்சது. കൊടുക്കണ്ടല്ലോ. சோ அதுவே எனக்கு ஒரு வேலையா மாறிடுச்சு. ഓ நிறைய வீடியோஸ் பண்ணேன். லோனையும் அடைச்சிட்டேன். இனிமேல் எதுவா இருந்தாலும் நம்ம மட்டும் வாங்க. ரெடி? இப்ப எல்லாரும் നമ്മളവിടെ നിർത്തിയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു. കാരണം അത് അങ്ങനെയാ സ്റ്റോപ്പ് ചെയ്ത്. ഒന്നും മ്യൂസിക് ഇല്ല. ഇതുപോലെ പറ്റിയിരുന്നു. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ നോക്കാൻ തുടങ്ങിയത്. 2:17 കഴിഞ്ഞില്ല ഏകദേശം. ഇനി ഉണ്ടാവില്ലല്ലോ. ഇല്ല ഇനി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഹിന്റ് ക്രെഡിറ്റ് ഒക്കെ പറയാൻ പുതിയ ഡയറക്ടറിന്റെ സിഗ്നേച്ചർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് ഫസ്റ്റ് മൂവി. കാരണം വെച്ചാൽ ലവ് ടുഡേ നമുക്ക് കുറെ സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അപ്പൊ ആ സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ലവ് ടുഡേ മൂവിനെ പറ്റിയിട്ട്. അപ്പോഴാണ് ഈ ഒരു ഫേസ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയത്. പിന്നെ നമ്മളതിലെ പാട്ടുകൾ മറ്റേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. 1-2 പാട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കുറെ ലോങ് ബാക്ക് ആണ്. പക്ഷെ എന്ന് വെച്ചാൽ ആ ഒരു സംബന്ധിച്ച് ഭയങ്കര സ്ട്രൈക്ക് ആയി. പിന്നെ എവിടേക്കോ ഒരു ലുക്ക് ലൈക്ക് സംഭവമൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് ആ ഡയറക്ടർ തന്നെ അല്ലേ അത് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം എന്താ നമ്മള് സീനിൽ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആണ്. അപ്പൊ ഒരാളെ നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കൂല. ഈ മൂവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് തൊട്ടിട്ട് ഓൾമോസ്റ്റ് ടു ദ എൻഡ് വരെ നമ്മളെ ഭയങ്കര പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതിനുശേഷം പിന്നെയാണെങ്കിൽ ദ ബേസ്റ്റ് ഓഫ് ഇമോഷൻസ്. അതായത് എനിക്ക് തോന്നുന്നു ഡയറക്ടർ അതിനെ ഉദ്ദേശിച്ചത്. കാരണം വെച്ചാൽ മാക്സിമം ചിരിപ്പിച്ചിട്ടില്ലേ. നമ്മൾ ആ ഒരു ചിരിയിൽ നിൽക്കുമ്പോ പെട്ടെന്നൊരു ഇമോഷനിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ വല്ലാണ്ട് ബേസ്റ്റ് ആവില്ല. അതന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. ഭയങ്കര ഗൂസ് ബംസ് ഇമോഷൻസ് ആയിരുന്നു കേട്ടോ. അതായത് ദ ഇമോഷൻ എന്താ പറയുക ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു ഇവിടെ നമുക്ക് ഫീൽ ചെയ്ത്. കാരണം നമ്മളൊക്കെ പല സ്ഥലത്തും കണ്ടിരിക്കുന്നതും വിറ്റ്നസ്
ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മളെ കാണിക്കുമ്പോൾ അതും അപ് ടു ദ മൊമെന്റ് ആയിരുന്നു കാണിച്ചത് കേട്ടോ. അതും വന്ന എല്ലാരും അവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ കാണിക്കാൻ നോക്കി. ഇപ്പൊ അവര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണോ അല്ലയോന്നൊന്നുമല്ല, പക്ഷെ അത് നന്നായിട്ട് അതാണ് മെയിൻ ആയിട്ട്. പിന്നെ ആ ഒരു മറ്റേ ട്രാൻസ്ഫോമർ ഇടിഞ്ഞു വീഴുന്ന സംഭവം അത് നമ്മള് റിയൽ ലൈഫിലും കണ്ടിട്ടുണ്ടായിരിക്കും കുറെ സംഭവങ്ങൾ. അതായത് നമ്മളറിയില്ലേ ഹ്യൂമൻ അല്ലെങ്കിൽ നേച്ചർ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അവിടെയാണ് മരങ്ങൾ വേണം എന്നുള്ള സംഭവം കൂടി കറക്റ്റ് ആയിട്ട് അവിടെ മൊത്തത്തില് എന്തൊക്കെയോ നല്ല നല്ല സംഭവങ്ങൾ പറഞ്ഞു. മോറോവർ ഈ ഫ്ലഡ് എന്ന് പറയുന്ന മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ തന്നെയാണ് ഏകദേശം. അപ്പൊ അതും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏകദേശം ആ ഒരു പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ പ്രകൃതി ചെയ്യുന്ന റിയാക്ഷൻ ആണ് നമ്മൾ കണ്ടത്. പക്ഷേ സംടൈം പ്രകൃതി ഓൾസോ വിൽ പ്രൊട്ടക്ട് എന്ന് അതിനകത്ത് പറയുന്നുണ്ട് അല്ലേ. എടുത്ത് പറയേണ്ടത് എന്താ അറിയോ, അതായത് പ്രദീപ് രംഗനാഥ് എന്ന ഡയറക്ടറിനെയാണ് ഫസ്റ്റ് പറയേണ്ടത്. അതിന്റെ കൂടെ ഹിപ്പ് ഹോപ്പ് തമിഴയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവസാനത്തോട്ട് ആ സ്കോർ ഇട്ടിട്ട് പെർഫോമൻസിലൂടെ ആ സ്കോറും കൂടി വരുമ്പോ നമുക്ക് വല്ലാണ്ട് സോങ് കൂടിയാണ് ശരിക്കും സോങ് ആയിട്ട് നമുക്ക് ഭയങ്കര ഇമോഷൻസ് അതിനെ ഭയങ്കര ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് അതില് ജയൻ രവി, പിന്നെ അതുപോലെ യോഗി ബാബു, പിന്നെ നമ്മൾ ആ ഒരു ചേച്ചി, അവര് കെ എസ് രവികുമാർ മുന്നേ നമ്മൾ കണ്ടത് ഫുള്ളൊരു എന്താ പറയാ വില്ലനായിട്ടും കോമഡി ആയിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവസാനത്തോട്ട് ആളുടെ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് നമ്മളെ കാണിച്ചു തന്നു. ആൾ ഇത്രയും പ്രൊട്ടക്റ്റീവ് ആണ്. ബാക്കി പുറത്തൊക്കെ എന്തായാലും ആള് വീട്ടിൽ ഭയങ്കര അടിപൊളിയാണ്. വൈഫിന്റെ അടുത്തുള്ള കെയറിങ് സാധനങ്ങളൊക്കെ കാണിച്ചു. കിഡു ദി ബെസ്റ്റ് സീൻ ഇൻ ദിസ് മൂവി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. കാരണം പക്ഷെ ഈ ഒരു സീൻ മാത്രമായിട്ട് എടുത്ത് കാണുന്ന സമയത്ത് നമുക്ക് എത്ര എഫക്ട് കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. പടം മൊത്തമായിട്ട് നമ്മൾ കാണുമ്പോഴാണ് ആ ഒരു സീൻ വരുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ വേറെ മൂവിയിൽ ഇത് കണ്ടിട്ടുണ്ടല്ലോ എന്ന്, പക്ഷെ ആ ഒരു സീനിന്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരുന്നു. പിന്നെ ഡയലോഗ്സ് നമ്മൾ അറിയില്ല, കുറെ ഡയലോഗ് പറയുന്നില്ല. ആ ഒരു സ്ഥലത്ത് പോലെ ഞാൻ ഇറുക്കേന്ന് പറഞ്ഞൊരു ഡയലോഗ് പറയുന്നില്ലേ, ആ ഡയലോഗിൽ ഒറ്റ ഡയലോഗിൽ നമുക്ക് ഇമോഷൻ വരാൻ കാരണം ഫസ്റ്റ് നമ്മളെ പ്രവീണ ചേച്ചി പറഞ്ഞൊരു ഡയലോഗാണ്. അത് നമ്മളെ ഓൾറെഡി കാണിച്ചിരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ചെറിയൊരു ഇമോഷൻ നമുക്ക് തന്നായിരുന്നു, അത് ഇങ്ങോട്ടായിട്ട് വെച്ചു ചെറിയ ആ സമയത്ത് ചെറുതായിട്ട് നമ്മുടെ കണ്ണ് നനയും. പക്ഷെ അതിനുശേഷം പിന്നെ ബാക്ക് ടു നോർമൽ എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല, സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് നമ്മൾ അറിയില്ലേ, നമുക്ക് വാച്ച് ചെയ്തിട്ട് വർത്താണ്. യെസ്, അതായത് ഇനിയും കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. റിപ്പീറ്റ് വാച്ചിന് ബെസ്റ്റ്. കാരണം വെച്ചാല് ഇപ്പൊ നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് തോന്നും ഒന്നും കൂടി കണ്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി കാണാം, രസമുണ്ട്. ആ ഒരു ഫീൽ ഇല്ലേ കാണാൻ വേണ്ടിട്ട്. കാരണം എന്താ, ജോളി മൂഡുണ്ട് കുറെ മൊമെന്റ് ഉണ്ട്. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കണ്ടാലും അടുക്കാത്ത ആ ഒരു എന്താണ് ചില സീൻസ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് യോഗി ബാബുന്റെ പ്രസൻസ്, ദാറ്റ് വാസ് എ ബെസ്റ്റ് ഡിസിഷൻ പ്രദീപ് എന്ന് പറയുന്ന ഡയറക്ടർ എടുത്തത്. കാരണം യോഗി ബാബുവിന്റെ ആ ഒരു പ്ലേസിംഗും പെർഫെക്റ്റ് ആയിരുന്നു. അവിടെ കോമ്പിനേഷൻ വിത്ത് ജയൻ രവി നല്ല രസമുണ്ടായിരുന്നു. ആൾക്ക് നല്ല രീതിയിൽ കോമഡിയും ചെയ്യാൻ പറ്റും, സീരിയസ് ആവാനും പറ്റും. എല്ലാരും അതായത് ഞാൻ പറഞ്ഞ വന്ന എല്ലാരും ഗംഭീരം. കാജൽ നമ്മളായിരിക്കും വെറുതെ കൊണ്ടുവന്നത്, പക്ഷെ കാജലിന് അത്യാവശ്യം ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. മൂവി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു പാർട്ട് കാജലിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്തായാലും കിടു. ആൻഡ് വേറൊരു കാര്യം, അതിനകത്തൊരു വേറൊരു മെസ്സേജും കൂടി ഉണ്ട്. അതായത് കുട്ടികൾക്ക് ആ ഒരു മെസ്സേജ്, അതായത് കുട്ടികളോട് നമ്മൾ സംസാരിക്കണം, നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ അവർ സംസാരിക്കില്ല, അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് നമ്മൾ ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് കുറച്ചധികം കാണുന്നുണ്ട്. അപ്പൊ അവിടെ അതും പറഞ്ഞു, അതായത് നമ്മൾ അവരോട് സംസാരിക്കണം, അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ കുറെ എന്താ പറയാ പണ്ടൊക്കെ ചെയ്ത കാര്യങ്ങൾ അവരെ ചെയ്യിപ്പിക്കണം. ഫുൾ ഒരു ടെക്നോളജിയിൽ മാത്രം നിർത്തി വളർത്തരുത്, ഫുള്ള് മറ്റേ ഡിജിറ്റൽ വേൾഡിൽ ആവരുത് എന്നുള്ള സാധനം കൃത്യമായിട്ട്. പിന്നെ മറ്റേ അവസാനം പറഞ്ഞിട്ടില്ല, അത് പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ എല്ലാവരും ഒന്നിക്കുള്ളൂ, ഒന്നും കാണാണ്ട് അല്ലെ മതവും സംഭവങ്ങളൊന്നും നോക്കാണ്ട്. പക്ഷെ പ്രശ്നമില്ലാത്ത സമയത്ത് ഒന്നിച്ച് നടന്നൂടെ എന്നുള്ളൊരു സംഭവം, പരസ്പരം സഹായിച്ചും സാധനങ്ങളൊക്കെ. എന്തോരം കുറേ മെസ്സേജ് ഒറ്റ സിനിമയിൽ എല്ലാം. അതും ചെറിയ സിനിമ കേട്ടോ, 2 മണിക്കൂർ 20 മിനിറ്റ് അങ്ങനെ എന്തോ ഉള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, കിട്ടു ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ശരിക്കും ബിഗ് സ്ക്രീനിൽ ആ ഒരു എന്താ പറയാ ചാൻസ് മിസ് ചെയ്തു എന്നുള്ളൊരു സംഭവം മാത്രമല്ല. കാരണം ഇത് ബിഗ് സ്ക്രീനിൽ എന്തായിരിക്കും അപ്പൊ അല്ലേ, കരഞ്ഞൊരു ഭാഗ്യമുണ്ട് അവസാനം. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. എനിക്ക് ഞാനിങ്ങനെ പാറ പോലെ ഉറച്ചിരിക്കാറുണ്ട്, പക്ഷെ ഇന്ന് എനിക്ക് ഇമോഷൻ വന്നു. അതെന്ന് വെച്ചാല് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ മാക്സിമം. ചിലപ്പോ ആ ഒരു ഇതില് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മള് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത നമ്മളൊരു മൂവി നമ്മൾ നോക്കുന്നുണ്ട് ഏതാണെന്നുള്ളത്. അപ്പൊ പ്ലീസ് കണക്ട് വിത്ത് അവർ കമ്മ്യൂണിറ്റി പോസ്റ്റ്, അതിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവി അവിടെ പോൾ ഇടുക, അതനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത മൂവി റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ.